Hi all, so welcome to Exam Learning. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് മാത്സ് ഫെയറിലെ പസിൽസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പിന്നെ കുറച്ച് ഐഡിയാസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഈ ചാനലിൽ ഓൾറെഡി കുറച്ച് മാത്സ് ഫെയറിലെ വേറെ കുറച്ച് കണ്ടന്റ് ഓൾറെഡി ഇട്ടിട്ടുണ്ട്. പ്യുവർ കൺസ്ട്രക്ഷൻ്റെ വീഡിയോ ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോയിൽ ലിങ്ക് ഓൾറെഡി ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും. മാത്രമല്ല നമ്മൾ അതർ ചാർട്ടും കൂടി ചെയ്തിട്ടുണ്ട്. സോ ആ രണ്ട് മാത്സ് ഫെയറിൻ്റെ ആ രണ്ട് കാറ്റഗറി നിങ്ങൾ സെർച്ച് ചെയ്യുക. നിങ്ങൾ പ്യുവർ കൺസ്ട്രക്ഷനോ അതർ ചാർട്ടിലോ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിലേക്ക് പോവുക. ആ വീഡിയോ നിങ്ങൾ ചെക്കൗട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ പസിൽസിനെ കുറിച്ചാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. സോ നമ്മൾ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ്, പസിൽസ് എങ്ങനെയാണ് നിങ്ങൾ എക്സ്പ്രസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് നിങ്ങൾ പ്രസന്റ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഐഡിയാസ് പറയുന്നതായിരിക്കും. സോ ഐഡിയാസിലേക്ക് നേരെ പോകുന്നുണ്ടെങ്കിൽ ഒരു വീഡിയോ ഒരു മിഡിലേക്ക് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്താണ്. അപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് എന്താണെന്ന് നോക്കാം. സോ അവരുടെ ശാസ്ത്രമേളയുടെ ഇതിൽ പറഞ്ഞിട്ടുള്ളത് കൗതുകമുണർത്തുന്നതും ഗണിത ശാസ്ത്രാശയങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ളതുമായ ചോദ്യങ്ങൾ ഈ ഇനത്തിൽപ്പെടും. ഒരെണ്ണം മാത്രമേ അവതരിപ്പിക്കാൻ പാടുള്ളൂ. ഒരു പസിൽ മാത്രമേ നിങ്ങൾ അവതരിപ്പിക്കാൻ പാടുള്ളൂ. ഓക്കെ, സോ ഇതിന് റൂൾസ് വളരെ കുറവാണ്. പക്ഷെ സാധാരണ എങ്ങനെയാണ് പ്രസന്റ് ചെയ്യൽ എന്ന് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് നിങ്ങൾ നോക്കേണ്ടത് ചാർട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ പൾസിൽ നിന്നുള്ള കാറ്റഗറിയിൽ നിങ്ങൾക്ക് ചാർട്ട് യൂസ് ചെയ്യാൻ പറ്റും. ചാർട്ടാണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, സോ എന്തെങ്ങനെയാണ് നമ്മൾ പസിൽ സാധാരണ നമ്മൾ റെപ്രസെന്റ് ചെയ്യുക? യൂഷ്വലി ഒരു ഹാർഡായിട്ടുള്ള ക്വസ്റ്റ്യൻ വേണം, എന്നിട്ട് അതിനൊരു സൊല്യൂഷനും കൂടി നിങ്ങൾ പ്രസന്റ് ചെയ്യണം. ഇതാണ് പസിൽസിൽ നമ്മൾ സാധാരണ ഫോളോ ചെയ്ത് വരുന്നത്. സോ ക്വസ്റ്റ്യൻ ഷുഡ് ബി ഹാർഡ്, നോട്ട് ഈസിലി സോൾവബിൾ. സോ നമുക്കറിയാം ബാക്കിയുള്ള കാറ്റഗറീസ് ഉള്ള സംഭവങ്ങൾ എന്താണ്, പെട്ടെന്ന് ഒരു 3 hour ഡ്യൂറേഷനിലായിരിക്കും നമുക്ക് ഉണ്ടായിരിക്കുക. സോ അവരുടെ കൂടെ ഇരുന്നിട്ട് തന്നെയായിരിക്കും നിങ്ങൾ പസിലിനുള്ള വർക്കും ചെയ്യേണ്ടത്. യൂഷ്വലി പസിൽ 3 hours എടുക്കില്ല, പെട്ടെന്ന് തന്നെ തീരുന്നതായിരിക്കും. സോ ജഡ്ജസ് നിങ്ങളുടെ അടുത്ത് വന്നുകൊണ്ട് പെട്ടെന്ന് തീർന്നുകൊണ്ട് പെട്ടെന്ന് പസിലിനുള്ള പരിപാടിയൊക്കെ തീർക്കുന്നതായിരിക്കും. ഇതിന് കൃത്യമായിട്ടുള്ള ടൈം ഗ്യാപ്പ് ഒന്നുമില്ല. പക്ഷെ നിങ്ങൾക്ക് 3 hour യൂസ് ചെയ്യാം. പെട്ടെന്ന് തീരുന്ന ഒരു സംഭവം പസിൽ തന്നെയാണ്. സോ ഇവിടെ നോക്കുക, ക്വസ്റ്റ്യൻ ഭയങ്കര ഹാർഡായിരിക്കണം. നിങ്ങളുടെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഈ ക്വസ്റ്റ്യൻ ഭയങ്കര ഹാർഡാണെന്ന് ജഡ്ജസിനെ കൺവിൻസ് ചെയ്യിപ്പിക്കുക. ഓക്കെ, ഇത് ഇന്ന വഴിയിലൂടെ പോയാൽ നമുക്ക് ആൻസർ കിട്ടില്ല, ഇത് പെട്ടെന്ന് സോൾവബിൾ അല്ല എന്ന് അവരെ കൊണ്ട് കൺവിൻസ് ചെയ്യിപ്പിക്കണം. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ സൊല്യൂഷൻ എടുക്കണം. ഓക്കെ, സൊല്യൂഷൻ മാത്രമല്ല ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരിക, സൊല്യൂഷൻ്റെ സ്റ്റെപ്പാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. സ്റ്റെപ്സ് ടു ദ സൊല്യൂഷൻ ഈസ് ഇമ്പോർട്ടൻ്റ് ആൻഡ് മോർ ഇമ്പോർട്ടൻ്റ് ആൻഡ് സൊല്യൂഷൻ ഇറ്റ് സെൽഫ്. ഓക്കെ, സോ ഒരു 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന നിങ്ങൾ അല്ലെങ്കിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന നിങ്ങൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തത്? ഓക്കെ, ഏത് സ്റ്റെപ്പിലൂടെ നിങ്ങൾ പോയത്, അതാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങളൊരു +1 +2 ഉള്ള സംഭവങ്ങൾ ഈ ഒരു ഡയറക്റ്റ് ഇക്വേഷൻ ഉണ്ടാവും. ആ ഇക്വേഷൻ നേരിട്ട് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വലിയൊരു പ്രയോജനം ഇല്ല. അതാണ് നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ ഏത് രീതിയിൽ ചിന്തിച്ചു, ഓക്കെ, നിങ്ങൾ 9ാം ക്ലാസ്സിൽ 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ചത് വെച്ചാൽ നിങ്ങൾ എങ്ങനെ ഇവിടെ യൂട്ടിലൈസ് ചെയ്തു എന്നതിലാണ് പോയിന്റ് ഇരിക്കുന്നത്. ഓക്കെ, ഞങ്ങൾക്ക് അടുത്ത് എന്താ പറയാനുള്ളത്? സൊല്യൂഷൻ ടു ബി പ്രസന്റഡ് ബിഫോർ ദി ജഡ്ജസ്. സോ നിങ്ങൾ പ്രിപ്പറേഷൻ ചെയ്യാനുള്ള സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻ നിങ്ങൾ നല്ലപോലെ ഫ്രെയിം ചെയ്യണം. അതിന് എന്തൊക്കെ വരക്കണം അതൊക്കെ നോക്കുക. അതെല്ലാം വരച്ചതിന് ശേഷം ക്വസ്റ്റ്യൻ നിങ്ങൾ നല്ലപോലെ ഫ്രെയിം ചെയ്ത് വെക്കുക. എന്നിട്ട് സൊല്യൂഷൻ ആവശ്യമുള്ള സാധനങ്ങൾ നിങ്ങൾ ജഡ്ജസിൻ്റെ മുന്നേ പ്രസന്റ് ചെയ്യണം. സൊല്യൂഷനാണ് നിങ്ങൾ ജഡ്ജസിൻ്റെ മുന്നിൽ പ്രസന്റ് ചെയ്യേണ്ടത്. സൊല്യൂഷൻ പ്രസന്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രാ എന്തെങ്കിലും വരക്കണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വരച്ച് വെക്കാം. ഓക്കെ, പക്ഷേ ജഡ്ജസിൻ്റെ മുന്നിൽ നിങ്ങൾ സൊല്യൂഷൻ കാണിച്ചു കൊടുക്കുക. പരമാവധി എഴുത്ത് കുറച്ചുള്ള സൊല്യൂഷൻ ആയിരിക്കും ഏറ്റവും നല്ലത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് മാക്സിമം ടോക്റ്റീവ് ആവുക. പ്രസന്റേഷനിലാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളത്. ഓക്കെ, ബാക്കിയുള്ള അതർ ചാർട്ട്സും കൺസ്ട്രക്ഷൻ പോലുള്ള സംഭവങ്ങളിൽ നിങ്ങൾ കൺസ്ട്രക്ട് ചെയ്യാനുള്ളതും അല്ലെങ്കിൽ ചാർട്ട്സ് ഉണ്ടാക്കാനുള്ളതായിരിക്കും കൂടുതൽ ഇമ്പോർട്ടൻസ് വരിക. ഇവിടെ പ്രസന്റേഷന് നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട്. നിങ്ങൾ എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ, ഈ പസിൽ നിങ്ങൾ പ്രസന്റ് ചെയ്യുന്നത്, അതിലാണ് ഏറ്റവും കൂടുതൽ മാർക്ക്. ഓക്കെ, യെസ്, ലീസ്റ്റ് ടൈം ടേക്കിംഗ് ആക്ടിവിറ്റി ഇൻ മാത്സ് ഫെയർ. മാത്സ് ഫെയറിൽ ഏറ്റവും ടൈം കുറഞ്ഞിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ശ്രദ്ധിക്കേണ്ട സംഭവം എന്ന് വെച്ചാൽ നിങ്ങൾ പരമാവധി ഈ ഒരു പസിൽ, ഈ ഒരു ക്വസ്റ്റ്യൻ, നിങ്ങൾ ചെയ്യുന്ന ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത് നന്നായിട്ട് അതിനെ ജഡ്ജസിനെ കൺവിൻസ് ചെയ്യണം. ഇതൊരു ഹാർഡ് ക്വസ്റ്റ്യൻ ആണ്. ഇനി ജഡ്ജസ് ഇത് ഹാർഡാണെന്ന് കൺവിൻസ് ആയാൽ നിങ്ങളോട് ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പോൾ ആ ക്വസ്റ്റ്യന് ഒരിക്കൽ നിങ്ങൾ വീണ് കൊടുക്കരുത്. ഓക്കെ, എന്ന് വെച്ചാൽ നിങ്ങൾ എന്താണോ പ്രസന്റ് ചെയ്യാൻ പോകുന്നത് അതിനെക്കുറിച്ച് നല്ലൊരു ധാരണ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. നല്ല ധാരണ ഉണ്ടായാൽ മാത്രമേ അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾ പതറാതിരിക്കുള്ളൂ. ഇനി നിങ്ങൾ എത്രത്തോളം പറയുന്നോ, എത്രത്തോളം അതിനെക്കുറിച്ച് കൺവിൻസ് ആക്കുന്നോ, അത്രത്തോളം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടേയിരിക്കും ജഡ്ജസ്. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ടെങ്കിൽ നല്ലതാണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സിൽ പറയാനുള്ളത്. യെസ്, ഇനി നമുക്ക് മാർക്കിംഗ് സ്കീം നോക്കാം. സോ നോളജ് ആൻഡ് മാത്തമാറ്റിക്കൽ വാല്യൂ, നിങ്ങൾക്ക് എത്രത്തോളം നോളജ് ഉണ്ടെന്നുള്ളതിന് 30% ആണ് വെയിറ്റേജ് വരാൻ പോകുന്നത്. അതിൽ 20% വെച്ചാൽ നിങ്ങൾ പഠിച്ച കരിക്കുലത്തിനോട് എങ്ങനെ ലിങ്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് വെച്ചുകൊണ്ടായിരിക്കും 20% വരാൻ പോകുന്നത്. വേറെ വരാൻ പോകുന്നത് 20% റൈറ്റ് അപ്പ് ആൻഡ് പ്രസന്റേഷൻ. നിങ്ങൾ എങ്ങനെ പ്രസന്റ് ചെയ്യുന്നു,
പിന്നെ റൈറ്റപ്പും കൂടി ഉണ്ടാവും. നിങ്ങൾ എന്താണ് പ്രസന്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിന്റെ ഒരു A4 ഷീറ്റിൽ നിങ്ങൾ മൊത്തം എഴുതി വെക്കുക. ഓക്കെ, ഈ ടോപ്പിക്കിനെ കുറിച്ച് ഞാൻ ചെറുതായിട്ടൊന്ന് എഴുതിയാൽ മതി. ഓക്കെ, ഇനി അടുത്തതുള്ളത് ലോജിക്കൽ തിങ്കിങ് ആൻഡ് റീസണിങ്. പസിൽ നിങ്ങൾ എത്ര ലോജിക്കൽ തിങ്കിങ് എന്താണെന്നുള്ളതിനായിരിക്കും 50% മാർക്ക് വരാൻ പോകുന്നത്. ഇത് പ്രസന്റേഷന്റെ കൂടെ ആയിരിക്കും കൗണ്ട് ചെയ്യപ്പെടുക കേട്ടോ. ഓക്കെ, പിന്നെ എക്സിബിഷൻ. ഓക്കെ, യൂസ്വലി 10% എക്സിബിഷൻ വേണം. ഇത് സാധാരണ എല്ലാ മാത്സ് ഫെയറിലുള്ള ബാക്കിയുള്ള എല്ലാത്തിനും എക്സിബിഷൻ 10% ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്. ഇനി നമുക്ക് കുറച്ച് ഐഡിയാസ് നോക്കാം. പസിലിന് വരുന്ന ഐഡിയാസ് അതെന്തൊക്കെയായിരിക്കും. ഫസ്റ്റ് നമുക്ക് പറയാനുള്ളത് കാപ്രേക്കർ കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ കാപ്രേക്കർ കോൺസ്റ്റന്റ്. സോ നമ്പർ 6174 എന്നുള്ള ഒരു കാപ്രേക്കർ കോൺസ്റ്റന്റ് ആണ്. അത് ഡോക്ടർ ആർ കാപ്രേക്കർ ആണ് കണ്ടുപിടിച്ച ഇന്ത്യൻ മാത്തമാറ്റീഷ്യൻ ആണ്. സോ ഇത് എന്താ സംഭവം എന്ന് വെച്ചാൽ നമുക്ക് ആദ്യം ഒരു ഇത് പറയാം. സോ റൂള് ഇതാണ് അതിൻ്റെ റൂള് വരാൻ പോകുന്നത്. സോ ഒരു 4 ഡിജിറ്റ് നമ്പർ എടുക്കുക, അതിൻ്റെ യൂസിങ് അറ്റ്ലീസ്റ്റ് 2 ഡിഫറെൻറ്റ് ഡിജിറ്റ് എന്ന് വെച്ചാൽ ഒരു 3344 എന്ന് എടുക്കാൻ പാടില്ല, 3345 എന്ന് വേണമെങ്കിൽ എടുക്കാം. അറ്റ്ലീസ്റ്റ് 2 ഡിഫറെൻറ്റ് ഡിജിറ്റ് ഒക്കെ വേണ്ടി വരും. Arrange the numbers in descending order and then ascending order to get the 4 digit numbers, adding leading to 0 if necessary. Okay, subtract a smaller number from the bigger number, go back to step 2 and repeat. ഇതിനെ ഇങ്ങനെ വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. സോ നമ്മൾ നമ്പർ എടുത്തു 1459. ആ 1459 നമ്മൾ അറേഞ്ച് ചെയ്തു, ഏറ്റവും വലിയ നമ്പറാക്കി, അതാണ് 9541. അതിൽ നിന്ന് നമ്മൾ ഇതിൽ ഏറ്റവും ചെറിയ നമ്പേഴ്സിനെ ഇതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ ഏറ്റവും ചെറിയ നമ്പർ അത് 1459 ആണ്, അത് മൈനസ് ചെയ്തു. അപ്പോൾ നമുക്ക് ഈ ഒരു നമ്പർ കിട്ടി. ഈ നമ്പർ എന്താ ചെയ്യുക, നേരത്തെ ഇത് അതേ പരിപാടി ചെയ്യുക. ഇതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന 8082 എന്നുള്ള ഡിജിറ്റ്സ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ ഏറ്റവും വലിയ നമ്പർ എന്ന് വെച്ചാൽ 8820 ആണ്. അതുപോലെ ഈ നമ്പർ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ ഏറ്റവും ചെറിയ നമ്പർ എന്ന് വെച്ചാൽ 0288 ആണ്. ഇവർ തമ്മിൽ മൈനസ് ചെയ്യുക, നമുക്ക് 8532 കിട്ടും. ഇതിന് വീണ്ടും അതുപോലെ ചെയ്യുക, ഏറ്റവും വലിയ നമ്പർ ഉണ്ടാക്കുക, ഏറ്റവും ചെറിയ നമ്പർ ഉണ്ടാക്കുക, മൈനസ് ചെയ്യുക, ഈ ഒരു നമ്പർ കിട്ടും. ഇതാണ് നമ്മുടെ കാപ്രേക്കർ കോൺസ്റ്റന്റ്. ഇതിനെ വീണ്ടും നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്താൽ അതേ നമ്പർ തന്നെ കിട്ടും. സോ ഇതാണ് നമ്മുടെ സംഭവം കാപ്രേക്കർ കോൺസ്റ്റന്റ്. ഇതുപോലെ 3 ഡിജിറ്റ്സിനും ഇത് 4 ഡിജിറ്റ്സിന് ഒരു കാപ്രേക്കർ കോൺസ്റ്റന്റ്, അതുപോലെ 3 ഡിജിറ്റ് ആയിട്ട് വരുന്ന നമ്പേഴ്സിനും ഒരു കാപ്രേക്കർ കോൺസ്റ്റന്റ് ഉണ്ട്. അത് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കാം. ആൻസർ വരാൻ പോകുന്നത് 495 ആയിരിക്കും 3 ഡിജിറ്റ് നമ്പേഴ്സിന്റെ കാപ്രേക്കർ കോൺസ്റ്റന്റ്. അപ്പൊ നിങ്ങൾ പ്രസന്റ് ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ ഈ കാപ്രേക്കർ കോൺസ്റ്റന്റ് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് നിങ്ങളുടെ പസിൽ. ഓക്കെ, ഇങ്ങനെ നമ്പർ എക്സിസ്റ്റ് ചെയ്യേണ്ടത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പക്ഷെ ഇത് എങ്ങനെ കണ്ടുപിടിക്കാം അതാണ് നമ്മളെ മെത്തേഡ്. സോ ആ മെത്തേഡാണ് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇത് അത്യാവശ്യം വായിക്കാൻ കുറേ ഉണ്ടാവും, പക്ഷേ സിമ്പിളാണ്, കണ്ടുപിടിക്കാൻ വളരെ സിമ്പിളാണ്. ഇത് എക്സ്പ്ലെയിൻ ചെയ്യാനും ഭയങ്കര സിമ്പിളാണ്. യെസ്, അപ്പോൾ നിങ്ങളിതൊന്ന് നോക്കാം. ഒരു സ്ക്രീൻഷോട്ട് എടുത്താൽ മതി. ഓക്കെ, സോ ഈ ഒരു ഇതും കൂടി നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് ഫോളോ ചെയ്താൽ ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ടിങ് ഒന്ന് പറയാം. N1 എന്നൊരു നമ്പർ എടുക്കുക, ഇതാണ് നമ്മുടെ 4 ഡിജിറ്റ്സ് വരാൻ പോകുന്നത്. അതിനെ നമുക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. അതുപോലെ N2 എന്ന് പറഞ്ഞാൽ ഒരു ഡിജിറ്റ് എടുക്കുക, ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. X1 ആണ് ഏറ്റവും വലുത്, X2, X3. ഓക്കെ, ഇനി നമ്മൾ N1 മൈനസ് N2 എടുക്കുക, അതിൽ ഇങ്ങനെ കുറേ സംഭവങ്ങൾ ഉണ്ടായിരിക്കും. ഇതിൽ ഓരോ കണ്ടീഷൻസ് യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഓക്കെ, ഇത് ഫുൾ ഒന്ന് റെഫർ ചെയ്താൽ മതി, സിമ്പിളാണ്. ഓക്കെ, അല്ലെങ്കിൽ കാപ്രേക്കർ കോൺസ്റ്റന്റിന്റെ ഇത് യൂട്യൂബിൽ നിങ്ങൾ വേറെ നോക്കിയാലും മതിയായിരിക്കും. യെസ്, ഞാൻ ഇതൊന്ന് ലിങ്ക് ചെയ്യുന്നതായിരിക്കും. ഇനി എന്തെങ്കിലും ഇൻഫർമേഷൻ നമുക്ക് കിട്ടിയാൽ അതിനെക്കുറിച്ച് ലിങ്ക് ചെയ്യുന്നതായിരിക്കും. യെസ്, ഓക്കെ. സോ നമുക്ക് X1, X2, X3 വാല്യൂസ് കിട്ടി. അത് നമുക്ക് മൈനസ് ചെയ്താൽ നമുക്ക് കാപ്രേക്കർ കോൺസ്റ്റന്റ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് കാപ്രേക്കർ കോൺസ്റ്റന്റിനെ കുറിച്ച് പറയാനുള്ളത്. യെസ്, സിമ്പിൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഇത് നിങ്ങൾക്ക് പസിൽസിന് യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. വേറെ നമുക്ക് പറയാനുള്ളത് 5 ഡിവിസിബിലിറ്റി. ഇത് നോക്കുക. n എന്നുള്ള ഒരു സ്മോളസ്റ്റ് ഇൻറ്റിജർ ഉണ്ട് സച്ച് ദാറ്റ് സം ഓഫ് ഡിജിറ്റ്സ് ഓഫ് n ഈസ് ഡിവിസിബിൾ ബൈ 5. ഓക്കെ, സോ എന്ന് വെച്ചാൽ ഒരു നമ്പർ ഉണ്ട് 23 എന്നൊരു നമ്പർ ഉണ്ട് വിചാരിക്കാം. അവിടെ സമ്മ് എന്ന് വെച്ചാൽ നമ്പേഴ്സിന്റെ സമ്മ് എന്ന് വെച്ചാൽ 2 + 3 5 ആണ്. ഇത് ഡിവിസിബിൾ ബൈ 5 ആയിരിക്കണം. ഓക്കെ ആണ്, 5 എന്ന് വെച്ചാൽ ഡിവിസിബിൾ ബൈ 5. ഇനി നമ്മൾ എന്താ കണ്ടെടുക്കേണ്ടത്? ആസ് വെൽ ആസ് സം ഓഫ് ദ ഡിജിറ്റ്സ് ഓഫ് n+1 ഈസ് ഓൾസോ ഡിവിസിബിൾ ബൈ 5. സോ n+1 എന്ന് വെച്ചാൽ ഈ 23നോട് നമുക്ക് 1 കൂട്ടിയാൽ 24 കിട്ടും. 24 ഡിജിറ്റ്സ് ആഡ് ചെയ്താൽ 2 + 4 6 ആവും. ഈ നമ്പറും 5 കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കണം. നമുക്കറിയാം ഈ 6 എന്നാൽ ഡിവിസിബിൾ ബൈ 5 അല്ല. സോ അങ്ങനെ സംഭവിക്കുന്ന ഏറ്റവും സ്മോളസ്റ്റ് ഇൻറ്റിജർ ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഇത് ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽട്ടാണ്, ഡിഫിക്കൽട്ടായിട്ടുള്ള പ്രോബ്ലം തന്നെയാണ്. അതൊരു നമുക്ക് അങ്ങനെ തന്നെ എക്സ്പ്രസ് ചെയ്യാം. നിങ്ങൾ ഏതൊക്കെ വഴി കൂടി തെറ്റായ വഴിയൊക്കെ കാണിച്ചു കൊടുക്കുക, എന്നിട്ട് ജഡ്ജസിന് ഇത് ഭയങ്കര ഡിഫിക്കൽട്ട് ആണെന്ന് തോന്നിപ്പിക്കുക. ഓക്കെ, സോ ഇതിൻ്റെ ആൻസർ വരാൻ പോകുന്നത് എന്തായിരിക്കും? 4999 ആയിരിക്കും.
ഇതാണ് ഏറ്റവും സ്മോളസ്റ്റ് നമ്പർ. ഇതിൻ്റെ ഡിജിറ്റ്സ് എല്ലാം കൂടി ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 40 എന്ന് കിട്ടും. 40 നമുക്കറിയാം ഡിവിസിബിൾ ബൈ 5 ആണ്. ഇതിനോട് 1 ആഡ് ചെയ്താൽ നമുക്ക് 5000 കിട്ടും. ഇതെന്താണ്? ഡിജിറ്റ്സ് എല്ലാം കൂടി ആഡ് ചെയ്താൽ 5 കിട്ടും. ഇതും 5 കൊണ്ട് ഡിവിസിബിൾ ആണ്. സോ ഏറ്റവും സ്മോളസ്റ്റ് നമ്പർ, ഈ കേസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഏറ്റവും സ്മോളസ്റ്റ് നമ്പർ ആണ് ഇത്. സോ ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് വെച്ചാൽ അത്യാവശ്യം കുറച്ച് കോംപ്രഹെൻസീവ് ആണ്. നമുക്ക് ഇതാണ് ഇതിൻ്റെ സൊല്യൂഷൻ വരിക. യെസ്, ഇത് കണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുക. നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് മനസ്സിലായില്ലെങ്കിൽ നമുക്ക് വേറൊരു സൊല്യൂഷൻ കൂടി തന്നിട്ടുണ്ട്, ഇതും കണ്ട് മനസ്സിലാക്കാം. ഇനി ഇതും മനസ്സിലായില്ലെങ്കിൽ നമ്മളൊരു വീഡിയോ ഇതിൽ ലിങ്ക് ചെയ്യുന്നതായിരിക്കും. ആ വീഡിയോ ചെക്കൗട്ട് ചെയ്താൽ മതി. അപ്പം കാര്യങ്ങൾ കുറച്ചും കൂടി സിമ്പിൾ ആയിരിക്കും. ഓക്കെ, അതാണ് 5 ഡിവിസിബിലിറ്റി എന്നുള്ള ക്വസ്റ്റ്യൻ വരുന്നത്. നിങ്ങൾക്ക് പേര് വേണമെങ്കിൽ മാറ്റാം കേട്ടോ. ഓക്കെ, ഇനി അടുത്ത് യെസ്, ഇതിൻ്റെ റൈറ്റ് ആൻസർ വരിക 4999 എന്നുള്ള നമ്പർ ആയിരിക്കും. സോ ഇത് റാഷണൽ നമ്പേഴ്സ് അല്ലെങ്കിൽ നമ്പർ സിസ്റ്റം എന്നുള്ള ചാപ്റ്ററിനോട് ലിങ്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പറയാൻ പറ്റും. അപ്പോൾ ആ 20% റിലേഷൻ വിത്ത് കരിക്കുലം എന്നുള്ള പോയിന്റ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇനി നമുക്ക് അടുത്ത് എന്താ പറയാനുള്ളത്? ബസ് നമ്പർ. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ നല്ലപോലെ ശ്രദ്ധിക്കാം. സോ ഒരാൾ അവരുടെ കോട്ട് ബസ്സിൽ മിസ്സായി. ഓക്കെ, when I report the matter to the bus company, I was asked the number of the bus. നമ്പർ ഓഫ് ദ ബസ് ഏതാണെന്ന് ചോദിച്ചു. സോ നമ്പർ ഈ വ്യക്തിക്ക് അറിയില്ലായിരുന്നു. പകരം എന്താ ചെയ്ത്? ആകെ അറിയുന്ന സംഭവം എന്താണ്? ഈ നമ്പർ എന്ന് വെച്ചാൽ ദ നമ്പർ പ്ലേറ്റ് ഷോഡ് ഓൺ ദ ബസ് നമ്പർ ആസ് എ പെർഫെക്റ്റ് സ്ക്വയർ ആയിരുന്നു. അത് മാത്രമല്ല, ഈ നമ്പർ പ്ലേറ്റ് തിരിച്ചു വെച്ചാലും അത് പെർഫെക്റ്റ് സ്ക്വയർ ആണ്. അങ്ങനെ വരുന്നത് ഏതാണെന്ന് ചോദിച്ചുള്ളത്. സോ നമ്പർ വുഡ് സ്റ്റിൽ ബി എ പെർഫെക്റ്റ് സ്ക്വയർ. ഓക്കെ, സോ എന്താ സംഭവിച്ചത്? ബസ് കമ്പനിയിൽ പോയപ്പോൾ നമുക്ക് അറിയാൻ പറ്റിയത് 1 to 500 വരെ നമ്പറുള്ള ബസ് മാത്രമേ അവിടെ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ നമ്പർ ഏതാണെന്ന് ഗസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ ആ നമ്പർ ഉണ്ടാവും, അതർ നമ്പർ ഉണ്ടാവും. എന്നുവെച്ചാൽ ഒരു നമ്പർ പ്ലേറ്റ് ഉണ്ടാവും, അതിൻ്റെ റിവേഴ്സ് ആയിട്ടുള്ള ഒരു തിരിച്ചിട്ടാൽ കിട്ടുന്ന ഒരു നമ്പർ പ്ലേറ്റും ഉണ്ടായിരിക്കും. സോ ആ നമ്പർ ഏതാണെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് സ്കീം. സോ ഇത് അത്യാവശ്യം കുറച്ച് സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ ആൻസർ എങ്ങനെ കണ്ടുപിടിക്കുക എന്ന് വെച്ചാൽ സിമ്പിളാണ്. ഈ നമ്പേഴ്സ് എടുക്കുക, ഡിജിറ്റ്സ് എടുക്കുക, 0, 1, 6, 8, 9. ഈ നമ്പേഴ്സ് മാത്രമേ എന്തുള്ളൂ? അവർ ഡിജിറ്റ്സ് തിരിച്ചിട്ടാലും സെൻസ് ഉണ്ടാക്കുന്ന നമ്പേഴ്സ് ഉള്ളൂ. 0നെ തിരിച്ചിട്ടാൽ 0, 1നെ തിരിച്ചിട്ടാൽ 1, 6നെ തിരിച്ചിട്ടാൽ 9 ആകും, 8നെ തിരിച്ചിട്ടാൽ 8 തന്നെ, 9നെ തിരിച്ചിട്ടാൽ 6 ആകും. ബാക്കി നമ്പേഴ്സൊക്കെ നമുക്ക് ഒഴിവാക്കാം. 2, 3, 4, 5 അതൊക്കെ നമുക്ക് ഒഴിവാക്കാം. ഓക്കെ, ഇനി ഈ നമ്പേഴ്സ് വെച്ചാണ് നമുക്ക് കുറച്ച് ഓപ്പറേഷൻസ് ചെയ്താൽ നമുക്ക് കിട്ടും 9, 16, 81, 100, 169, 196. ഇതിലാകെ ഈ ഒരു നമ്പർ മാത്രമേ നമുക്ക് എന്തുള്ളൂ? പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ട് വരുന്നുള്ളൂ. സച്ച് ദാറ്റ് ഇതിനെ തിരിച്ചിട്ടാൽ 961 വരും. 961ഉം ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. അത് 31ൻ്റെ സ്ക്വയർ ആണ്. സോ ഇതാണ് സംഭവം. നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ 196 ആയിരിക്കും ഇതിൻ്റെ റൈറ്റ് ആൻസർ. അല്ലെങ്കിൽ 961 അല്ല, 196 ആയിരിക്കും ഇതിൻ്റെ റൈറ്റ് ആൻസർ ആയിരിക്കും. അപ്പോൾ ഇത് നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പസിൽ. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. യെസ്, HCF ആൻഡ് LCM. HCF LCM നിങ്ങൾക്ക് ഓൾറെഡി പഠിക്കാനുള്ള സംഭവമാണ്. അത് വെച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് തന്നിട്ടുള്ളത്. സോ നമ്മളൊരു ഓർഡേഡ് പെയർ ഉണ്ടാക്കണം, AB, സച്ച് ദാറ്റ് എയും ബിയും 10 to 30 ഏത് നമ്പർ വേണമെങ്കിലും ആവും. സോ നമ്പേഴ്സ് നമുക്ക് കൺസിഡർ ചെയ്യാം. 10, 10 എന്നുള്ള ഒരു ഓർഡേഡ് പെയർ ആണ്. 10, 11 എന്നുള്ള ഒരു ഓർഡേഡ് പെയർ ആണ്. 10, 12 എന്നുള്ള ഓർഡേഡ് പെയർ ആണ്. അങ്ങനെ 10, 30 എന്നുള്ള ഓർഡേഡ് പെയർ ആണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് ഉണ്ടാക്കാം. 11, 10 എന്നുള്ളൊരു ഓർഡർ പെയർ ആണ്. 11 എന്നുള്ളൊരു ഓർഡർ പെയർ ആണ്. 11, 12 എന്നുള്ള ഓർഡർ പെയർ ആണ്. അങ്ങനെ 30 to 30 വരെയുള്ള നമ്പേഴ്സ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, പക്ഷെ ഇവിടെ ക്വസ്റ്റ്യൻ എന്താ? ക്വസ്റ്റ്യൻ സച്ച് ദാറ്റ് ഈ എൻ്റെയും ബിൻ്റെയും ഹയസ്റ്റ് കോമൺ ഫാക്ടറും എൻ്റെയും ബിൻ്റെയും ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിളും കൂടി ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടണം? A+B കിട്ടണം. സോ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇത് അത്യാവശ്യം നല്ല സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ല, കുറച്ച് ഹാർഡാണ്. ഇത് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്താൽ എത്ര നമ്പർ ഓഫ് ഓർഡേഡ് പെയർ AB ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അത്യാവശ്യം നല്ല ടഫ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. സോ ഇതിന് ആൻസർ വരാൻ പോകുന്നത് യെസ്, ആൻസർ 35 ആണ് വരാൻ പോകുന്നത്. സോ ടോപ്പിക് ക്യാൻ ബി കണക്റ്റഡ് ടു റാഷണൽ നമ്പേഴ്സ് ഉള്ള ടോപ്പിക്കിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. സോ ഇതിനെ ആൻസർ ചെയ്യാനുള്ള സൊല്യൂഷൻ വീഡിയോ നമ്മൾ ഇതിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ മേലെ നോക്കിയാൽ മതി. യെസ്, അതല്ല നിങ്ങൾ ഡിസ്ക്രിപ്ഷനിലും നോക്കുക. ഡിസ്ക്രിപ്ഷനിലും നമ്മൾ ഇതിൻ്റെ ആൻസർ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോൾവ് ചെയ്യുന്നൊരു വീഡിയോ ഉണ്ട്, അത് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. യെസ്, ഇനി നമുക്ക് നോക്കാം 4 കളർ തിയറം. ഇത് പസിലിൻ്റെ സീരീസിൽ വരാം എന്ന് പറയാം. ഓക്കെ, കളർ ദിസ് മാപ്പ് വിത്ത് മിനിമം നമ്പർ ഓഫ് കളർ സോ ദാറ്റ് നോ 2 നെയ്ബറിംഗ് സ്പേസസ് ഷെയർ ദി സെയിം കളർ. സോ ഇതൊരു മാപ്പാണ്.
ഓക്കെ, നിങ്ങൾക്ക് ഏത് മാപ്പ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇന്ത്യയുടെ മാപ്പ് എടുക്കാം, കേരളത്തിൻ്റെ മാപ്പ് എടുക്കാം, എവിടെയല്ല ഏത് രാജ്യത്തിൻ്റെ എന്ത് മാപ്പ് വേണമെങ്കിലും എടുക്കാം. അതിൻ്റെ സ്റ്റേറ്റുകളാണ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇതിൽ നിങ്ങൾ സ്റ്റേറ്റിനെ കളർ കൊടുക്കുകയാണ് വേണ്ടത്. കളർ കൊടുക്കണം സച്ച് ദാറ്റ് എന്താ സംഭവിക്കേണ്ടത്, അടുത്തടുത്തിരിക്കുന്ന 2 സ്റ്റേറ്റുകൾക്ക് സെയിം കളർ ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് മിനിമം എത്ര കളർ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ചോദ്യം. സോ ഇതിൻ്റെ ഒരു ആൻസർ ഉണ്ട്. ഈ ഒരു കൺട്രീനെ നമ്മൾ കളർ ചെയ്തെടുക്കുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, സോ ഇവിടെ കൗണ്ട് ചെയ്താൽ നമുക്ക് മനസ്സിലാവും. യെല്ലോ ഒരു കളറാണ്, അതുപോലെ ഗ്രീൻ ഒരു കളറാണ്, പിങ്ക് ഒരു കളറാണ്, ബ്ലൂ ഒരു കളറാണ്. ഇവിടെ 4 കളർ നമ്മൾ യൂസ് ചെയ്തു. സോ ഇവിടുത്തെ തിയറം എന്താണെന്ന് വെച്ചാൽ 4 color ഈസ് ഇനഫ് ടു ഡ്രോ എ മാപ്പ്. ദ തിയറം ഈസ് കോൾഡ് 4 color തിയറം. ഇതിൻ്റെ പ്രൂഫ് കുറച്ച് ഹാർഡാണ്. ഓക്കെ, സോ ഇറ്റ് ഈസ് എ ഫസ്റ്റ് പ്രൂഫ് സോൾവ് ബൈ എ കമ്പ്യൂട്ടർ സോൾവ് ചെയ്ത ഏറ്റവും ഫസ്റ്റ് പ്രൂഫാണിത്. അപ്പോൾ നിങ്ങൾക്ക് ശാസ്ത്രമേളക്ക് മാത്സ് ഫെയറിന് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ എന്തെങ്കിലും ഒരു മാപ്പ് എടുക്കുക, അതിന് കറക്റ്റ് കട്ട് ചെയ്തിട്ടുള്ള ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള മാപ്പ് എടുക്കുക, എന്നിട്ട് അതിന് നിങ്ങൾ കളർ ചെയ്താൽ മതി. വേണമെങ്കിൽ 2 എണ്ണം എടുത്താൽ കുഴപ്പമില്ല. ഓക്കെ, സോ ഇന്ത്യൻ്റെ മാപ്പ് എടുക്കുകയാണെങ്കിൽ ഇന്ത്യൻ്റെ ഒരു ഫുൾ മാപ്പ് എടുക്കുക, ബ്ലാങ്ക് മാപ്പ് എടുക്കുക, ഇന്ത്യൻ്റെ വേറൊരു കളർ ചെയ്ത ഒരു മാപ്പും കൂടി നിങ്ങൾ തന്നെ കളർ ചെയ്താൽ നല്ലതാണ്. 2 എണ്ണം എടുക്കുക, 1 എണ്ണം കളർ ചെയ്യുക, എന്നിട്ട് അതിൽ കാണിച്ചാൽ മതി. ഓക്കെ, സോ ഇതാണ് നമ്മൾ പറയേണ്ടത് 4 color തിയറം. മിനിമം 4 color മതി ഒരു മാപ്പിന് നമുക്ക് കളർ ചെയ്യാം. സോ ഇത്രയൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്. സോ ഇത്രയൊക്കെ ഐഡിയാസ് ആണ് നമുക്ക് ഏതിൽ പറയാനുള്ളത്, പസിൽസ് എന്നുള്ള ചാപ്റ്ററിൽ നമുക്ക് പറയാനുള്ളത്. യെസ്, പസിൽസ് എന്നുള്ള മാത്സ് ഫെയറിലെ കാറ്റഗറിയിൽ നമുക്ക് പറയാനുള്ളത് ഇത്രയൊക്കെയാണ്. ഇതിന് മുന്നേ നമ്മൾ പ്യൂർ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടും അതർ ചാർട്ടിന് വേണ്ടിയിട്ടും ഓൾറെഡി വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഗ്രൂപ്പിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ പോയാൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ പോയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ നിങ്ങൾക്ക് വേറെ വല്ല വീഡിയോസും വേറെ വല്ല കാറ്റഗറി മാത്സ് ഫെയറിൽ വേറെ ഏതെങ്കിലും കാറ്റഗറിയിൽ നിങ്ങൾക്ക് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും റിക്വസ്റ്റ് ചെയ്യുക, എല്ലാവരും കമൻറ്റ് ചെയ്യുക. അതിനനുസരിച്ച് നമ്മൾ വീഡിയോ തയ്യാറാക്കുന്നതായിരിക്കും. എന്നൊക്കെ നമുക്ക് മറ്റൊരു ദിവസം വീണ്ടും കാണാം.